ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിൽ പൂവിൻ്റെ പുതിയൊരു പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അടുക്കളയിലേക്ക് ചന്ദ്രന് ശേഷം രേവതിയോട് പറയുന്നുണ്ട്, ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നീ എല്ലാം ജോലിയും ചെയ്ത് തീർത്തില്ലെങ്കിൽ ചന്ദ്രയുടെ സ്വഭാവം എന്താണെന്ന് നീ അറിയുമെന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി വേഗം പറയുന്നുണ്ട്, ദേ അമ്മ എൻ്റെ കയ്യിൽ തിളച്ച വെള്ളമായിരിക്കണം അതുമെന്ന് പറയുന്ന സമയത്ത് ചന്ദ്ര ഒരു നിമിഷം പതറുന്നു കേട്ടോ. വേഗം തന്നെ രേവതിയോടായിട്ട് സ്നേഹത്തോട് തന്നെ പറയുന്നുണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നിന്നെ ദേഷ്യപ്പിടിപ്പിക്കാനായിട്ട്, നീ പതിയെ എല്ലാ ജോലികളും ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ചന്ദ്ര സച്ചിയുടെ രേവതിയുടെ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് രേവതി സച്ചിയുടെ കാലിലായിട്ട് ചൂട് വെച്ച് കൊടുക്കുമായിരിക്കും കേട്ടോ. സച്ചിക്ക് കാലിൽ നല്ല വേദനയുള്ള കാരണം. അപ്പോൾ ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ചന്ദ്ര ചിന്തിക്കണോ, എൻ്റെ ആൺമക്കളിൽ ഒരാളെങ്കിലും ഭാര്യയെ തൻ്റെ വരുതിക്ക് നിർത്താനുള്ള കഴിവുള്ളവനാണല്ലോ എന്ന് കരുതിക്കൊണ്ട് തന്നെ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കാരണം ശ്രീകാന്ത് വർഷയുടെ കാലം ക്യൂടെക്സ് ഇട്ട് കൊടുക്കുന്നത് കണ്ടിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് സച്ചിയെ രേവതിയെ കാണിച്ചു കൊടുത്തെന്ന് സംസാരിക്കാനായിട്ട് ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് ചന്ദ്ര പറയുന്നത്, നീ ഇങ്ങോട്ട് വന്നേ, ഭാര്യ എങ്ങനെ നിലക്കി നിർത്തണമെന്ന് സച്ചിക്ക് നന്നായിട്ട് അറിയാം. അവൻ എന്തൊക്കെ ചെയ്താൽ ഈ ഒരു കാര്യത്തിൽ അവനെ നിങ്ങൾ കണ്ട് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ട് ചന്ദ്ര റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചി എന്താ ചെയ്യുന്നത് വെച്ചാൽ രേവതിയുടെ കൈക്ക് വേദന ഉള്ളത് കൊണ്ട് തന്നെ കയ്യിൽ കുഴമ്പ് വെച്ച് തിരുമ്മിക്കൊണ്ടിരിക്കുകയായിരിക്കും. ആ ഒരു കാഴ്ച കാണുന്ന സമയത്ത് ശ്രീകാന്ത് ചിരിച്ചുകൊണ്ട് തന്നെ ചന്ദ്രയെ നോക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ആകെ ചമ്മി നാണം കെട്ട അവസ്ഥയിൽ. അതിനുശേഷം നേരെ രവിയുടെ അടുത്തേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, എനിക്കുണ്ടായ 3 ആൺമക്കൾ അവർ ഭാര്യ പറയുന്നത് കേട്ട് അനുസരിച്ച് ഭാര്യയുടെ കീഴിൽ ജീവിക്കുന്നവരാണ്. സച്ചിയെ പുറമെ കാണിക്കുന്ന ദേഷ്യം മാത്രമല്ല, അവൻ്റെ ഭാര്യയുടെ അടുത്ത് നിന്ന് പൂച്ചക്കുട്ടിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടാൻ കേട്ടോ. ഈ ഒരു സമയത്ത് രവിയായിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രതിമയിലേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, അവളോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയൊക്കെ 1000കണക്കിന് കുരങ്ങന്മാർ വന്ന് തൻ്റെ മുന്നിൽ വന്ന് നിന്നാലും അവളുടെ വാശിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയുമാണ് പ്രമോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.